പ്രധാനമന്ത്രി നരേന്ദ്രമോദി 9 വർഷങ്ങൾക്ക് ശേഷം ഇന്നും നാളെയുമായി ഇസ്രയേലിൽ സന്ദർശനം നടത്തുകയാണ്. 2017 ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രയേൽ സന്ദർശിക്കുന്നത്. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം നിരവധി പാശ്ചാത്യ നേതാക്കൾ ഇസ്രയേലിൽ നെതന്യാഹുവിനെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും വളരെ കുറച്ച് ഏഷ്യൻ നേതാക്കൾ മാത്രമേ അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുള്ളൂ. ഇത് മോദിയുടെ സന്ദർശനത്തെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നുവെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. കൂടാതെ നെതന്യാഹു തന്നെ ഈയിടെ വ്യക്തമാക്കിയത് ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള സഖ്യം കൂടുതൽ ശക്തമാകാൻ പോകുന്നുവെന്നും ഇന്ത്യ ഒരു ചെറിയ രാജ്യമല്ല, വലിയൊരു ശക്തിയാണ് എന്നുമായിരുന്നു. 1.4 ബില്യൺ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന കാര്യവും നെതന്യാഹു എടുത്തു പറഞ്ഞിരുന്നു. എന്നാൽ ഇസ്രയേലുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം എല്ലായ്പ്പോഴും അത്ര സുഖകരമായിരുന്നില്ല എന്നതാണ് വാസ്തവം. പിണങ്ങിത്തുടങ്ങി ഒടുവിൽ ഇണക്കത്തിലേക്കാണ് ഇരു രാജ്യങ്ങളും എത്തിച്ചേരുന്നത്. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന് കീഴിൽ ഇന്ത്യ ഫലസ്തീൻ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പോരാട്ടത്തെ ശക്തമായി പിന്തുണച്ചിരുന്നു. ഇസ്രയേൽ രൂപീകരണത്തെ ഇന്ത്യ അന്ന് എതിർക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രപിതാവായ ഗാന്ധിജി തന്നെ ഇക്കാര്യത്തിൽ ഫലസ്തീൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ജൂതന്മാരെ ജർമ്മനി പീഡിപ്പിച്ചതിന് ചരിത്രത്തിൽ സമാനതകളൊന്നുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും അറബികളുടെ മേൽ ജൂതന്മാരെ അടിച്ചേൽപ്പിക്കുന്നത് തെറ്റും മനുഷ്യത്വരഹിതമാണെന്നുമായിരുന്നു ഗാന്ധിജി വ്യക്തമാക്കിയിരുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം 1949 ഇന്ത്യ ഇസ്രയേലിന്റെ UN അംഗത്വത്തിനെതിരെ വോട്ട് ചെയ്തിരുന്നു. 1950കളിൽ ഇന്ത്യ ഇസ്രയേലിനെ അംഗീകരിച്ചു. പക്ഷേ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ വിസമ്മതിച്ചു. ഇസ്രയേലിനെ അംഗീകരിക്കാൻ ഇന്ത്യയെ ബോധ്യപ്പെടുത്താൻ പ്രേരിപ്പിച്ചവരിൽ പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീനും ഉൾപ്പെടുന്നു. നെഹ്റുവിന് അദ്ദേഹം ഇക്കാര്യത്തിൽ കത്തയച്ചിരുന്നു. 4 പതിറ്റാണ്ടുകളായി ഇസ്രയേലിലേക്കുള്ള യാത്രയ്ക്കായി ഇന്ത്യ പാസ്പോർട്ട് ഉപയോഗിക്കുന്നത് പോലും വിലക്കിയിരുന്നു.